ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൽ ഉപജ്ഞാതാവായ PN പണിക്കരുടെ ഓർമ്മ ദിനമായി ഇന്ന് വായനാ ദിനമായി ആചരിക്കുന്നു. വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും വായനാ ദിനം ആചരിച്ചു. കൊടകരയിൽ കത്തിക്കുത്ത്, ഒരാൾക്ക് പരിക്കേറ്റു. കൊടകര ഉളമ്പത്തുകുന്നിൽ ദേശീയപാതയോരത്തുള്ള വ്യാപാര സ്ഥാപനത്തിന് സമീപമായിരുന്നു സംഭവം. കുത്തേറ്റ മനക്കുളങ്ങര സ്വദേശി വിനോദിനെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. 2 വയസ്സും 5 മാസവും പ്രായം ശ്രീനാരായണപുരം പത്താഴക്കാട് ചാണാടിക്കൽ വിനീതന്റെയും ആതിര ഉണ്ണിയുടെയും മകൻ ആഷ്ലിവിൻ പിടിച്ചു കയറിയത് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കേരളത്തിന്റെ സാമൂഹിക വികസനത്തിനും സാംസ്കാരിക നവോത്ഥാനത്തിനും സമ്പൂർണ്ണ സാക്ഷരതയ്ക്കും വേണ്ടി നിശബ്ദ വിപ്ലവം നടത്തിയ നിത്യസ്മരണീയനാണ് PN പണിക്കർ. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ PN പണിക്കരുടെ ഓർമ്മ ദിനമായി ഇന്ന് വായനാ ദിനമായി ആചരിക്കുന്നു. വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും വായനാ ദിനം ആചരിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാല വാർഷിക പൊതുയോഗവും വായനാ ദിനാഘോഷവും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. വായനാ ദിനം പ്രതിജ്ഞയോടെ ആരംഭിച്ച ചടങ്ങിൽ ലൈബ്രറി കമ്മിറ്റി അംഗം CA നൌഷാദ് വായനാ ദിന സന്ദേശവും, ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് I ബാലഗോപാലൻ PN പണിക്കർ അനുസ്മരണവും നടത്തി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നബീസത്ത് ജലീൽ, വാർഡ് മെമ്പർമാർ, മാളവി സാഹിത്യ കൂട്ടായ്മ അംഗങ്ങൾ, KV രഘു, ലൈബ്രറിയൻ അനിഷ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ മുതിർന്ന ഗ്രന്ഥശാല അംഗം CS കൃഷ്ണൻ, സംസ്കാര സാഹിത്യ പ്രസിഡന്റ് മാളവി സാഹിത്യ കൂട്ടായ്മ അംഗം സുരേഷ് അന്നമനട എന്നിവരെ ആദരിച്ചു. മാള സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികളും അധ്യാപകരും മാള ഗ്രാമപഞ്ചായത്ത് ഗ്രന്ഥശാലയിലേക്ക് പുസ്തകങ്ങളും പുസ്തകറാക്കും സമ്മാനിച്ചു. തുടർന്ന് മാധവിക്കുട്ടി അനുസ്മരണം, വായനാ മത്സരവും വായനാ ദിനം ക്വിസ്, സമ്മാനദാനം എന്നിവയും നടന്നു. അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക ഹൈസ്കൂളിലെ വായനാ ദിനാഘോഷം കവിയും കഥാകാരിയുമായ B ശ്രീല ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ KR ഉണ്ണിക്കണ്ണൻ അധ്യക്ഷനായി. റിട്ടയർഡ് അധ്യാപിക P പത്മാവതി പുസ്തകദാനം നിർവഹിച്ചു. പ്രധാനാധ്യാപിക US ജയലക്ഷ്മി, സീനിയർ അസിസ്റ്റന്റ് K മധു, PG ഗീതു, അഞ്ജന S മേനോൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ പരിപാടികൾ അരങ്ങേറി. ആനപ്പാറ നെഹ്റു സ്മാരക LP സ്കൂളിലെ വായനാ ദിന പരിപാടികൾ സ്കൂൾ മാനേജർ രാജേഷ് VS ഉദ്ഘാടനം ചെയ്തു. വനമിത്ര, ഭൂമിമിത്ര ദേശീയ പുരസ്കാര ജേതാവായ VK ശ്രീധരൻ ക്ലാസ് നയിച്ചു. ഇക്കോ ക്ലബ് പ്രവർത്തനത്തിന്റെ ഭാഗമായി ജലസംരക്ഷണ മാർഗങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു. MPTA പ്രസിഡന്റ് രമ്യ ജിജു അധ്യക്ഷനായി. പ്രധാനാധ്യാപിക സുജയ KS, സ്റ്റാഫ് പ്രതിനിധി സജിത എന്നിവർ സംസാരിച്ചു. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ വിവിധ പരിപാടികളോടെ വായനാ ദിനം ആഘോഷിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി പുസ്തക ശേഖരണത്തിനായി സ്കൂളിൽ സ്ഥാപിച്ച പുസ്തകത്തൊട്ടിലിൽ പുസ്തകം നിക്ഷേപിച്ചുകൊണ്ട് കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് സന്ദേശ് നാരായണൻ അധ്യക്ഷനായി. സഹൃദയ കോളേജ് മലയാള വിഭാഗം ലെക്ചറർ VK ഷിജി വായനാദിന സന്ദേശം നൽകി. വിദ്യാരംഗം, ബാലസഭ, റീഡിംഗ് റൂം എന്നിവയുടെ ഉദ്ഘാടനം കൊടകര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, VK ഷിജി എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ഹെഡ് മിസ്ട്രസ് MK ഡെയ്നി, MPTA പ്രസിഡന്റ് മഞ്ജുഷ സതീഷ്, SMC ചെയർമാൻ AG സതീശൻ, സീനിയർ അധ്യാപിക TS നസീമ എന്നിവർ സംസാരിച്ചു. അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ വായനാ ദിനം ആചരിച്ചു. കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സുധീഷ് KV അധ്യക്ഷനായി. ചടങ്ങിൽ വിദ്യാരംഗം, കലാസാഹിത്യവേദി, വിവിധ ക്ലബ്ബുകൾ എന്നിവയുടെ ഉദ്ഘാടനം കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PC അയ്യപ്പൻ നിർവഹിച്ചു. ചടങ്ങിൽ BBA LLB ഓണേഴ്സ് പരീക്ഷയിൽ ഗോൾഡ് മെഡലോടെ 1ാം റാങ്ക് നേടിയ യുവ എഴുത്തുകാരി അഡ്വക്കേറ്റ് അലീന ആനബെല്ലിയെ മാനേജർ CA ഷാജി ആദരിച്ചു. സ്കൂൾ മാനേജർ CA ഷാജി, വാർഡ് മെമ്പർ മോളി തോമസ്, MPTA പ്രസിഡന്റ് നിമിഷ TP, പ്രിൻസിപ്പൽ ജയ, സ്കൂൾ ഹെഡ് മിസ്റ്റർ മാലിനി MP എന്നിവർ സംസാരിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ വായന പക്ഷാചരണ പരിപാടികൾക്ക് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KG രജീഷ് അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് MK ബാബു വായനാ ദിന സന്ദേശം നൽകി. ജെയിംസ് കോളേജ് അധ്യാപകനും കവിയുമായ M ജിവേഷ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരി, ജനപ്രതിനിധികളായ TK പത്മനാഭൻ, പ്രനീല ഗിരീശൻ, ഷിനി ജെയ്സൺ, CA റെക്സ്,
സജിനി സന്തോഷ്, ലത ഷാജു, ബിജി ഡേവിസ്, MM ഗോപാലൻ, വയോജനവേദി കൺവീനർ മോഹനൻ AK, ബാലവേദി പ്രസിഡന്റ് മിത്ര വിന്ദ PR, ലൈബ്രറിയൻ സുഷമ T ശാന്തൻ എന്നിവർ സംസാരിച്ചു. വായനാ ദിനത്തിൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ഗാന്ധി സ്മൃതി തുറന്ന വായനശാല ഒരുക്കി KKTM GGHSS NSS യൂണിറ്റ്. ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷന് സ്നേഹോപഹാരമായാണ് NSS വളണ്ടിയർമാർ തുറന്ന വായനശാല ഒരുക്കിയത്. സാമൂഹ്യ നന്മയുടെ ഭാഗമായി സ്ക്രാപ്പ് ചലഞ്ചിലൂടെ ശേഖരിച്ച തുക ഉപയോഗപ്പെടുത്തിയാണ് നിരവധി പുസ്തകങ്ങൾ അടങ്ങിയ വായനശാല കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ സജ്ജീകരിച്ചത്. കൊടുങ്ങല്ലൂർ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് MK ശശിധരൻ തുറന്ന വായനശാല ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് നവാസ് പടുവിങ്ങൽ അധ്യക്ഷനായി. പ്രിൻസിപ്പൽ C പുഷ്പകല, പ്രോഗ്രാം ഓഫീസർ KH ബിന്നി, AIC-മാരായ ആന്റണി ജിംബിൾ, ബാബു, NSS വളണ്ടിയർ VS പാർവതി എന്നിവർ സംസാരിച്ചു. ഹനീഫ ചുങ്കശ്ശേരി, കാർത്തിക VS, ഐശ്വര്യ ലക്ഷ്മി, സുഹറ നക്ഷത്ര, നജ എന്നിവർ നേതൃത്വം നൽകി. എറിയാട് GKVHSS സ്കൂളിൽ വായനാ മാസാചരണവും വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നടന്നു. യുവകവിയും അധ്യാപികയുമായ പൗർണമി വിനോദ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് TK റാഫി അധ്യക്ഷനായി. സ്കൂൾ പ്രധാനാധ്യാപിക ലാലി ആന്റണി, സ്കൂൾ ലൈബ്രറിയൻ TK താഹിറ, സീനിയർ അസിസ്റ്റന്റ് VM ഹനീഫ, ഗിരീഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ ക്ലബ്ബുകളെ പ്രതിനിധാനം ചെയ്ത വിദ്യാർത്ഥികൾ സംസാരിച്ചു. അനന്തകൃഷ്ണ PS വായനാദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സ്കൂൾ സംഗീത അധ്യാപകനായ നൌഷാദ് ചിട്ടപ്പെടുത്തിയ വായനാഗീതം വിദ്യാർത്ഥികളും ചേർന്ന് ആലപിച്ചു. കുഴിക്കാട്ടുശ്ശേരി സെന്റ് മേരീസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വായനാ വാരാഘോഷം ഗ്രാമിക പ്രസിഡന്റും സാംസ്കാരിക പ്രവർത്തകനുമായ PK കിട്ടൻ വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ സിസ്റ്റർ മിനി KB അധ്യക്ഷയായി. വായനാദിന പ്രതിജ്ഞ, സന്ദേശം, പുസ്തക പരിചയം എന്നിവയും ചടങ്ങിൽ നടന്നു. മിനി ജോസ്, ശ്രീനന്ദ, സിത്താര VK, അഞ്ജലി CU എന്നിവർ സംസാരിച്ചു. മാള കാർമൽ കോളേജ് വായന വാരാചരണത്തിന് തുടക്കമായി. മലയാള വിഭാഗവും ലൈബ്രറി ക്ലബ്ബും സംയുക്തമായി സംഘടിപ്പിച്ച വായന വാരാചരണ ഉദ്ഘാടനം പരിസ്ഥിതി പ്രവർത്തകയും സാമൂഹ്യ പ്രവർത്തകയും കാർമൽ കോളേജ് മലയാള വിഭാഗം മുൻ മേധാവിയുമായ പ്രൊഫസർ കുസുമൻ ജോസഫ് നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ റിനി റാഫേൽ ചടങ്ങിൽ അധ്യക്ഷയായി. കാർമൽ കോളേജ് ലൈബ്രറിയിലേക്ക് നൽകുന്ന പുസ്തകശേഖരം ഫെമിൻ ടീച്ചറിൽ നിന്ന് കോളേജിനു വേണ്ടി പ്രിൻസിപ്പൽ ഏറ്റുവാങ്ങി. മലയാള വിഭാഗം മേധാവി ഡോക്ടർ മെറിൻ ഫ്രാൻസിസ്, കെമിസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വിദ്യ ഫ്രാൻസിസ്, സൊക്കോസോ ഹൈസ്കൂൾ അധ്യാപിക ഫെമിൻ, കോളേജ് ലൈബ്രറിയൻ ഡോക്ടർ ജസ്മി PJ, മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ രാജേശ്വരി PK എന്നിവർ സംസാരിച്ചു. വായനവാരാഘോഷത്തോടനുബന്ധിച്ച് മലയാള വിഭാഗം സംഘടിപ്പിച്ച പ്രിയപദം കണ്ടെത്തൽ പരിപാടിയിൽ ക്യാമ്പസിന്റെ പ്രിയപദമായി അമ്മ തിരഞ്ഞെടുക്കപ്പെട്ടു. അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥിനികളും തങ്ങളുടെ പ്രിയ പുസ്തകത്തെ പരിചയപ്പെടുത്തുന്ന എൻ്റെ പുസ്തകം എന്ന പുസ്തക പരിചയ പരമ്പര ജൂൺ 25 വരെ സെമിനാർ ഹാളിൽ നടക്കും. വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി മനക്കുളങ്ങര കൃഷ്ണവിലാസം UP സ്കൂളിലെ LKG വിദ്യാർത്ഥികൾക്കായി എഴുത്തുകളരി ആരംഭിച്ചു. പ്രധാന അധ്യാപിക TS സീമ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം മണലിൽ എഴുതി കൊടുത്തുകൊണ്ട് എഴുത്തുകളരിക്ക് തുടക്കം കുറിച്ചു. സ്കൂൾ മാനേജർ B സദാനന്ദൻ, ട്രസ്റ്റ് പ്രസിഡന്റ് ദിനേശ് പരമേശ്വരൻ, രക്ഷിതാക്കൾ, PTA MPTA അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. കൊടകരയിൽ കത്തിക്കുത്ത്, ഒരാൾക്ക് പരിക്ക്. കൊടകര ഉളമ്പത്തുകുന്നിൽ ദേശീയപാതയോരത്തുള്ള വ്യാപാര സ്ഥാപനത്തിനു സമീപം തിങ്കളാഴ്ച രാത്രി 11:30യോടെയായിരുന്നു സംഭവം. കുത്തേറ്റ മനക്കുളങ്ങര സ്വദേശി വിനോദിനെ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കമാണ് കത്തിക്കുത്തിലെത്തിയത്. കുത്തേറ്റ മനക്കുളങ്ങര സ്വദേശി വിനോദിനെ അപ്പോളോ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. പ്രതി പുലിപ്പാറക്കുന്ന് കളപ്പുരയ്ക്കൽ വീട്ടിൽ നാരായണ റാവുവിന്റെ മകൻ ശ്യാംകുമാർ ഗണ്ടാട്ടിയെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് ഫോറൻസിക് വിദഗ്ധ ജാസ്മിൻ മരിയയും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി. തെളിവെടുപ്പിനായി പ്രതിയെ ചാലക്കുടിയിൽ കൊണ്ടുപോയി. ദേശീയപാതയോരത്ത് ആളൊഴിഞ്ഞ പറമ്പിലെ കുറ്റിക്കാട്ടിൽ നിന്നും കുത്താൻ ഉപയോഗിച്ച കത്തി കണ്ടെടുത്തു. മീഡിയ ടൈം, കൊടകര. 2 വയസ്സും 5 മാസവും പ്രായം. ആഷ്ലിവിൻ പിടിച്ചു കയറിയത് ഇന്റർനാഷണൽ ബുക്സ് ഓഫ് റെക്കോർഡ്സിലും ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും. ന്യൂഡൽഹിയിൽ താമസക്കാരായ ശ്രീനാരായണപുരം പത്താഴക്കാട് സ്വദേശി ചാണാടിക്കൽ വിനീതിൻ്റെയും ആതിര ഉണ്ണിയുടെയും മകൻ ആഷ്ലിൻ 1 വയസ്സും 9 മാസം പ്രായമുള്ളപ്പോഴാണ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചത്. 9 പ്രശസ്ത വ്യക്തികളുടെ പേരും അവരുടെ പദവിയും കൃത്യമായി പറഞ്ഞ ഈ മിടുക്കൻ 10 വളർത്തുമൃഗങ്ങൾ, 12 ശരീരവയവങ്ങൾ, 5 ഭക്ഷണ വസ്തുക്കൾ, 10 വാഹനങ്ങൾ, 10 പക്ഷികൾ, 9 വന്യമൃഗങ്ങൾ, 8 പഴങ്ങൾ എന്നിവയ്ക്കു പുറമെ 6 പൊതുവിജ്ഞാന ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയാണ്
ആദ്യ റെക്കോർഡ് കരസ്ഥമാക്കിയത്. Good boy. This one? Buddha. Good boy. This one? Kalam. Good boy. This one? Biden. Good boy. This one? Have this one? Chacha. Good boy. This one? Gandhi. Good boy. 35 രാജ്യങ്ങളുടെ ദേശീയ പതാക പരിചയപ്പെടുത്തൽ, ലോകം കണ്ട് 15 കാറുകളുടെ പേര് പറയൽ, പ്രമുഖ വ്യക്തികളെ പരിചയപ്പെടുത്തൽ, പൊതുവിജ്ഞാന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയൽ എന്നിവയിലൂടെയാണ് ആഷ്ലി വിൻ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയത്. This one? India. This one? China. Very good. This one? This one? China. This one? China. This one? Japan. Japan. Okay. This one? Japan. This one. This one? This one. What is this? Bangladesh. ഒരിക്കൽ യാത്രക്കിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം കണ്ട് മനസ്സിലാക്കി പേര് വിളിച്ചു പറഞ്ഞതു മുതലാണ് വീട്ടുകാർ കുട്ടിയുടെ കഴിവ് ശ്രദ്ധിച്ചു തുടങ്ങിയത്. അലയൻസ് പാർട്ട്നേഴ്സിൽ അസിസ്റ്റന്റ് കോർഡിനേറ്ററായ വിനീതും ലൂമൻ ടെക്നോളജിയിൽ സീനിയർ അനലിസ്റ്റായ ആതിരയും ആഷ്ലി വിനിന് അറിവിന്റെ പുതിയ ലോകം പരിചയപ്പെടുത്തുകയാണ്. ഇന്റർനാഷണൽ മൾട്ടി ലാംഗ്വേജ് അക്കാദമിയായ IML അക്കാദമിയുടെ 4ാമത് ബ്രാഞ്ച് പുത്തഞ്ചിറയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് ജർമ്മൻ ഭാഷ പഠിക്കുന്നതിന് 50% ഫീസിളവും ഫ്രീ അക്കോമഡേഷനും നൽകുന്നു. റെസിഡൻഷ്യൽ IML അക്കാദമിയിൽ ജൂൺ 24-ന് പുതിയ ബാച്ചുകൾ ആരംഭിക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് ജർമ്മൻ ഭാഷ പഠിക്കുന്നതിന് 50% ഫീസിളവും ഫ്രീ അക്കോമഡേഷനും നൽകുന്നു. റെസിഡൻഷ്യൽ IML അക്കാദമിയിൽ ജൂൺ 24-ന് പുതിയ ബാച്ചുകൾ ആരംഭിക്കും. മോർണിംഗ് ഈവനിംഗ് ബാച്ചുകളും റെസിഡൻഷ്യൽ ബാച്ചുകളും ഇവിടെ ഉണ്ടായിരിക്കും. 9 മാസം കൊണ്ട് പഠിക്കുന്ന ജർമ്മൻ റെസിഡൻഷ്യൽ അക്കാദമിയിലെ കുട്ടികൾക്ക് 6 മാസം കൊണ്ട് പഠിച്ചെടുക്കാൻ സാധിക്കുമെന്ന് IML അധികൃതർ ഉറപ്പു നൽകുന്നു. കൊടുങ്ങല്ലൂർ MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാർ, ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് S പ്രേംകുമാർ, ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ്, കുന്നത്തുകാട് MLA ശ്രീനിജിൻ, പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡേവിസ്, IML അഡ്വൈസറി ബോർഡ് മെമ്പർമാരായ ഡേവിസ് വിലസ്ല ബ്രാൻകോ, മരിയ ഡെൽപീലർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. IML അക്കാദമി ഡീൻ ബിജു അമ്പഴക്കാടൻ, സ്ഥാപന അഡ്വൈസർ ഫാദർ രജൻ, ഫാദർ ആൽബർട്ട്, ജർമ്മൻ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ ജിസൻ വള്ളൂരാൻ, റോട്ടറി ക്ലബ് അസിസ്റ്റന്റ് ഗവർണർ ജോജു പതിയാപ്പറമ്പിൽ, അഡ്വക്കേറ്റ് ജോബി പൊളിക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നാട്ടിൽ നടന്നത്. ദേശീയപാത പുതുക്കാട് സെന്ററിൽ അപകടത്തിൽപ്പെട്ട സ്കൂട്ടറിൽ നിന്ന് വീണ് 2 യുവാക്കൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ചൊവ്വാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. ചാലക്കുടി ഭാഗത്തു നിന്ന് വന്നിരുന്ന സ്കൂട്ടർ സിഗ്നലിൽ വെച്ച് ഇടത്തോട്ട് തിരിച്ചതാണ് അപകടത്തിനിടയാക്കിയത്. സ്കൂട്ടറിന്റെ 2 വശങ്ങളിലുമായി ഒരു ടാങ്കർ ലോറിയും പിക്കപ്പും കടന്നു പോകുന്നതിനിടെയാണ് അപകടം. 2 വാഹനങ്ങളിലും തട്ടിയ സ്കൂട്ടർ റോഡിലൂടെ നിരങ്ങി നീങ്ങുകയായിരുന്നു. റോഡിലേക്ക് തെറിച്ചു വീണ സ്കൂട്ടർ യാത്രക്കാർ മറ്റു വാഹനങ്ങൾ ഇടിക്കാതെ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. കുളത്തിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. കരുവപ്പടന്ന പെരുങ്കാട് പനപ്പറമ്പിൽ സിറാജുദ്ദീന്റെ മകൻ സൽമാനുൽ ഹാരിസാണ് മരിച്ചത്. പെരുങ്കാട് ഗോതമ്പുകുളത്തിൽ ചൊവ്വാഴ്ച വൈകിട്ട് 4ഓടെ കുളിക്കാനിറങ്ങിയതായിരുന്നു. നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല.
കൊരട്ടിയിൽ കിണറ്റിൽ വീണ മുള്ളൻ പന്നിയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തി. പോളിടെക്നിക് കോളേജിന് സമീപം തെയ്യാമ്പുറത്ത് കുഞ്ഞുമോൻ ജിനീഷിന്റെ വീട്ടുപറമ്പിലെ കിണറിൽ അകപ്പെട്ട മുള്ളൻ പന്നിയെയാണ് ചാലക്കുടിയിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പുറത്തെടുത്തത്. കൊച്ചുകുട്ടികൾ പഠിക്കുന്ന പഞ്ചായത്ത് LP സ്കൂളും പോളിടെക്നിക് സമീപമാണ് ഈ വന്യജീവിയുടെ സാന്നിധ്യം ഉണ്ടായത്. നാട്ടുകാർ ജാഗ്രത പാലിക്കണമെന്നും ഉദ്യോഗസ്ഥർ ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നും പ്രദേശവാസിയായ കൊരട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി ബിജയ് വടക്കുംപുറം ആവശ്യപ്പെട്ടു. വെണ്ണൂർ സർവീസ് സഹകരണ ബാങ്കിലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച UDF സ്ഥാനാർത്ഥികളെ അന്നമട മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആദരിച്ചു. മണ്ഡലം പ്രസിഡന്റ് PK തിലകൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി V അബ്ദുൽ കരീം, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PD ജോസ്, NS വിജയൻ, TK രമേശൻ, വിദ്യാഭ്യാസ ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ KA ഇക്ബാൽ, സാനി ചക്കാലയ്ക്കൽ, VA പോളി, ടെസി ടൈറ്റസ്, ധന്യ ദേവദാസ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൽ ഉപജ്ഞാതാവായ PN പണിക്കരുടെ ഓർമ്മ ദിനമായി ഇന്ന് വായനാ ദിനമായി ആചരിക്കുന്നു. വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും വായനാ ദിനം ആചരിച്ചു. കൊടകരയിൽ കത്തിക്കുത്ത്, ഒരാൾക്ക് പരിക്കേറ്റു. കൊടകര ഉളമ്പത്തുകുന്നിൽ ദേശീയപാതയോരത്തുള്ള വ്യാപാര സ്ഥാപനത്തിന് സമീപമായിരുന്നു സംഭവം. കുത്തേറ്റ മനക്കുളങ്ങര സ്വദേശി വിനോദിനെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. രണ്ട് വയസ്സും 5 മാസവും പ്രായം ശ്രീനാരായണപുരം പത്താഴക്കാട് ചാണാടിക്കൽ വിനീതന്റെയും ആതിര ഉണ്ണിയുടെയും മകൻ ആഷ്ലിവിൻ പിടിച്ചു കയറിയത് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.